നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കാണാതായ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് കേസെടുത്തു. കേസ് അന്വേഷണത്തിനായിട്ടുള്ള പ്രത്യേക സംഘത്തെ ക്രൈംബ്രാഞ്ച് മേധാവി കൂടിയായ എച്ച് വെങ്കടേഷ് നയിക്കും. കവർച്ച, വ്യാജരേഖ ചമയ്ക്കൽ, വിശ്വാസവഞ്ചന, ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും സഹായികളും ദേവസ്വം ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ കേസിൽ 10 പേർ പ്രതികളാണ്. ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളികൾ കൈമാറ്റം ചെയ്തതിൽ ഗുരുതരമായ ചട്ടലംഘനങ്ങൾ നടന്നതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. 2019 ജൂലൈ 19, 20 തീയതികളിലായിട്ടാണ് സ്വർണ്ണപ്പാളികൾ കൈമാറ്റം ചെയ്യപ്പെട്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല പാളികൾ ഏറ്റുവാങ്ങിയതെന്നും അദ്ദേഹത്തിന്റെ സഹായികളായ രമേശ് റാവു, അനന്തസുബ്രഹ്മണ്യം എന്നിവരാണെന്നും കണ്ടെത്തിയിരുന്നു. ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകൾ പ്രകാരം ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടും ചട്ടലംഘനവും നടന്നിട്ടുണ്ട്. സ്വർണ്ണപ്പാളികൾ പല സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബംഗളൂരുവിൽ എത്തിച്ചതിന് 10 ദിവസത്തിനു ശേഷം ഹൈദരാബാദിലേക്ക് ഇവ മാറ്റിയതായിട്ടാണ് വിവരം. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൽ നിന്ന് 2019 നീക്കം ചെയ്ത സ്വർണ്ണപ്പാളിക്ക് ഭാരവ്യത്യാസം വന്നത് എങ്ങനെയെന്ന ചോദ്യവും ഉയരുന്നു. 2019 ജൂലൈ 19 സന്നിധാനത്ത് നിന്നും സ്വർണം പൂശുന്നതിനായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയപ്പോൾ 42 കിലോഗ്രാം ഭാരമുണ്ടായിരുന്ന സ്വർണ്ണപ്പാളി 39 ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് 29 സ്വർണം പൂശുന്നതിന് മുൻപായി ചെന്നൈയിൽ തൂകിയപ്പോൾ 38 കിലോഗ്രാം 258 ഗ്രാമായി കുറഞ്ഞതായിട്ടാണ് കണ്ടെത്തൽ. തിരുവാഭരണ കമ്മീഷണർ എഴുതിയ മഹസർ രേഖ പ്രകാരമുള്ള ഈ ഭാരവ്യത്യാസം 42 കിലോ ഭാരമുള്ള യഥാർത്ഥ സ്വർണ്ണപ്പാളി മറ്റൊരിടത്തേക്ക് മാറ്റുകയോ മറിച്ചു വിൽക്കുകയോ ചെയ്തതായി സൂചിപ്പിക്കുന്നു. പകരം 38 കിലോ ഭാരമുള്ള ചെമ്പുപാളിയാകാം സ്വർണം പൂശാനായി സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത്. പിന്നീട് 394 ഗ്രാം സ്വർണം പൂശിയപ്പോൾ പാളിയുടെ ഭാരം 38 കിലോ 653 ഗ്രാമായി ഉയർന്നു. 2019 ജൂലൈയിൽ സന്നിധാനത്ത് നിന്ന് അഴിച്ചെടുത്ത പാളിയല്ല ഓഗസ്റ്റ് മാസത്തിൽ സ്വർണം പൂശാനായി ചെന്നൈയിൽ എത്തിച്ചതെന്നതിന് മഹസർ രേഖ സുപ്രധാന തെളിവാണ്. ശബരിമലയിലെ സ്വർണ്ണക്കടത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം സ്വർണം പൂശിയ സ്മാർട്ട് ക്രിയേഷൻസിനും പങ്കുണ്ടോ എന്ന ചോദ്യവും ഈ റിപ്പോർട്ട് ഉയർത്തുന്നു. തങ്ങൾ സ്വർണം ഉരുക്കാറില്ലെങ്കിലും സ്ഥിരം കസ്റ്റമറായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി സ്വർണം ഉരുക്കിയെന്ന് സ്മാർട്ട് ക്രിയേഷൻസ് പറഞ്ഞതായി ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. പാളികൾ ശരിക്കും ഉരുക്കിയോ പാളികൾ അപ്പാടെ മാറ്റിയോ എന്ന കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ ശാസ്ത്രീയ പരിശോധന വേണ്ടിവരും. ശബരിമലയിൽ സ്വർണം കടത്തിയതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ദൗത്യം. ദേവസ്വം ബോർഡ് അധികൃതരിൽ ആർക്കൊക്കെ മോഷണത്തിൽ പങ്കുണ്ടെന്നതാണ് കണ്ടെത്തേണ്ടത്. 6 ആഴ്ച മാത്രമാണ് സംഘത്തിന് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ സംഘത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഹൈക്കോടതി ഇടപെട്ട കേസായതിനാൽ എഫ്ഐആറിൽ പ്രതിയായാൽ ജാമ്യം കിട്ടാനും സാധ്യത കുറവാണ്. ഇത് മനസ്സിലാക്കിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മുങ്ങുന്നത്. ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകൾ പലയിടത്തും അപൂർണമാണ്. ഉദ്യോഗസ്ഥ തലത്തിലെ ചിലരുടെ പങ്ക് മാത്രമാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ബി സുനിൽകുമാർ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇത് പ്രത്യേക അന്വേഷണ സംഘത്തലവൻ ക്രൈംബ്രാഞ്ച് ADGP എച്ച് വെങ്കടേഷിന് കൈമാറിയിട്ടുണ്ട്. ദേവസ്വം പ്രസിഡന്റ്, അംഗങ്ങൾ, കമ്മീഷണർ, സെക്രട്ടറി, തിരുവാഭരണ കമ്മീഷണർ, ഉദ്യോഗസ്ഥർ എന്നിവരുടെ എല്ലാ മൊഴികളും രേഖപ്പെടുത്താനാണ് നീക്കം. ആവശ്യമുണ്ടെങ്കിൽ നിലവിലെ ദേവസ്വം ഭരണാധികാരികളുടെ മൊഴിയും എടുക്കും. പാളികളിൽ നിന്ന് സ്വർണം മാറ്റിയെന്നാണ് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി. എന്നാൽ ഇത് പൂർണ്ണമായി വിജിലൻസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണക്കട്ടയായി ഇവർ കൈമാറിയെന്ന് പറയുന്ന തൊണ്ടി മുതലായ സ്വർണം കണ്ടെത്തുകയാണ് പ്രധാനം. ഇതിന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒളിവിൽ പോയതും തടസ്സമാണ്. പാളികൾ മുറിച്ച് സമ്പന്നരായ ഭക്തർക്ക് വിറ്റതാണെന്നും ആരോപണമുണ്ട്. അങ്ങനെയെങ്കിൽ അത് ആർക്കൊക്കെയാണ് ലഭിച്ചതെന്നും കണ്ടെത്തണം. പാളി വാങ്ങിയ പ്രമുഖരെ സംരക്ഷിക്കാൻ ഉണ്ടാക്കിയതാണ് സ്വർണം ഉരുക്കിയ കഥയെന്ന് ആരോപണമുണ്ടെന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. സ്വർണം പൂശുന്നതിന് 3 ഗ്രാം സ്വർണം മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നൽകിയതെന്നും ബാക്കി വന്ന 479.9 ഗ്രാം സ്വർണം കൈപ്പറ്റിയെങ്കിലും നാളിതുവരെ ദേവസ്വം ബോർഡിന് തിരികെ നൽകിയിട്ടില്ലെന്നും ഹൈക്കോടതി വിധി വ്യക്തമാക്കുന്നു.